ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം മംഗലാപുരത്തേക്ക് എത്തണം. അവിടെ 11 മണിക്കാണ് ഇൻ്റർവ്യൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 4:30 ആകുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. പിന്നെ ഞങ്ങളെ കൊണ്ടാക്കി തരുന്നത് ലോകേഷാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. രാവിലെ തന്നെ അവിടെ നല്ല ഉറക്കശമുണ്ട് ഗൈസ്. കാരണം നല്ല ഇൻ്റർവ്യൂവിന് കിട്ടുമോ ഇല്ലോ എന്ന ടെൻഷൻ എനിക്ക് ഉറക്കവും വന്നിക്കില്ല. അങ്ങനെ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ ട്രെയിൻ ഓപ്പോസിറ്റ് സൈഡാണ് വരിക. അപ്പോൾ ആ സൈഡിലേക്ക് കയറി നടന്ന് പോയി. അവിടെ എത്തിയപ്പോൾ എസ്കലേറ്ററാണെങ്കിൽ വർക്കും ചെയ്യുന്നില്ല. സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ തന്നെ അതും ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എത്തൽ. സ്വതവേ എവിടെയോ ലേറ്റാണ്, പക്ഷെ അന്നെന്താണെന്നറിയില്ല, നേരത്തെ എത്തിപ്പോയി. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ അവിടുന്ന് എൻ്റെ കുടുംബക്കാരനുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ, അവിടെ തട്ടുകടയിൽ. അപ്പോൾ അവിടെ പോയി ചായയും വാങ്ങിച്ച് കുടിച്ച് പിന്നെ ഞങ്ങൾക്കൊരു പോപ്കോണും കൂടെ തന്നിക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും ചായ കുടിച്ച്, അവൻ വിത്തൗട്ടും കുടിച്ച്, ഞങ്ങൾ വിത്തും കുടിച്ച്. അങ്ങനെ അതും കുടിച്ച് അവിടുന്ന് പിന്നെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഓരോട് കുറച്ച് സംസാരിക്കാനൊക്കെ ചെയ്ത് ഓരോനൊക്കെ ഒരു പോപ്കോണും കൂടെ തന്ന് ഞങ്ങൾ ട്രെയിന് ജനറൽ കമ്പാർട്ട്മെൻറ്റല്ലേ. അപ്പം അങ്ങനെ ഫ്രണ്ടിലോ ബാക്കിലോ ഉണ്ടാവും. ഞങ്ങൾ ഫ്രണ്ടോട്ടേക്ക് നടന്ന് ട്രെയിനിൽ തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മോ ഇവിടെ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. അത്ര പേരുണ്ട് മംഗലാപുരത്തേക്ക് പോകാൻ. ഞാൻ എന്തായാലും സീറ്റൊന്നും കിട്ടില്ല, കാരണം കയറാൻ പറ്റില്ല, അത്ര തിരക്കുണ്ടേനു. എല്ലാവരും മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി അവരൊരു ഫാമിലി ആയിട്ട് വന്നാൽ തോന്നും. കുറേ പേര് എല്ലാവരും കൂടെ ഒന്നാ. എന്നിട്ട് ഞങ്ങൾ ട്രെയിന് കാത്തുനിന്ന്. അങ്ങനെ ട്രെയിന് വന്നു. അപ്പോൾ ട്രെയിന് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിരിക്കാനോ. ട്രെയിനിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ബസ്സിൽ വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി. ഞങ്ങളോട് ടാറ്റൊക്കെ പറഞ്ഞ് അവനും പോയി. പിന്നെ വിശപ്പ് തുടങ്ങുമല്ലോ, സ്വാഭാവികം. വേഗം തന്നെ കിട്ടിയ പോപ്കോണും എടുത്ത് പൊളിച്ച് PM-ൻ്റെ കയ്യിൽ നിന്ന് ഞാനും കുറച്ച് വാരിയെടുത്ത് അതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ ട്രെയിനിലിരുന്ന് പഠിപ്പായിരുന്നു. ഇൻ്റർവ്യൂവിന് എന്താ ചോദിക്കാതെ ഗൂഗിൾ നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, അതും ഇതൊക്കെ നോക്കി പഠിത്തം. പിന്നെ പുറത്ത് നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കണ്ടിട്ട് നല്ല മഴയും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതിൻ്റെ ഇടയിൽ അവിടെ ഇട്ട് ഉറങ്ങിപ്പോവാനും ചെയ്തു. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കമൊന്നും വരില്ല. പിന്നെ ആ സ്റ്റേഷൻ അടുത്തെത്തി. അവിടെ കുറച്ച് നേരം പിടിച്ചിടാനും ചെയ്തിരിക്കുന്നു. ട്രെയിന് വേഗം എത്തി. പറഞ്ഞ സമയത്തിന് മുമ്പേ ട്രെയിൻ സ്റ്റേഷനിലെത്തി. പിന്നെ മംഗലാപുരത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മംഗലാപുരത്ത് വരുന്നത്. അങ്ങനെ സ്റ്റേഷനിലെത്തി. അവിടെ കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ട്രെയിനിൻ്റെ എൻഡ് കാണുന്നത്. എനിക്കറിയില്ലേനു മംഗലാപുരത്ത് ഇങ്ങനെ ട്രെയിനിൻ്റെ എൻഡ് ഉണ്ടെന്ന്. ഞാനും ഓളും അന്തം വിട്ട പോലെ അതൊക്കെ നോക്കി. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാകുന്നില്ലേനോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് നടന്ന്. പിന്നെ എവിടെ പോയാലും മതിൽ ചാട്ടം അതൊരു ശീലമാണല്ലോ. ചുറ്റി പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ക്രോസ് ചെയ്ത് ഇങ്ങ് പോകുന്നു. അങ്ങനെ ഞാൻ ചാടിക്കയറി, പിന്നെ അവളും ചാടിക്കയറി. അവൾക്കാണ് ചിരി നിർത്താനും വയ്യ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചിരിച്ച് മരിക്കുക. പിന്നെ ഞങ്ങൾ അവരോടെല്ലാം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ക്ലോക്ക് ടവറിൻ്റെ ഇടയ്ക്കാണ് പോകേണ്ടത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ചായ കടയിൽ കയറി. അവിടെ നോക്കുമ്പോൾ സമൂസ, പപ്സ് അങ്ങനത്തൊക്കെയാണല്ലോ. രാവിലെ തന്നെ സമൂസയും പപ്സും കഴിക്കാൻ വെച്ച്. അങ്ങനെ ഞാൻ പപ്സ് വാങ്ങിച്ച്, അവളും പപ്സാണ് വാങ്ങിച്ച്. പിന്നെ 2 ലൈമും കൂടെ ഓർഡർ ചെയ്ത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എൻ്റെ മോൻ്റെ ചൂടാ വേർത്തൊലിക്കുക. നാട്ടിലാണെങ്കിൽ പൊരിഞ്ഞ മഴയും, മംഗലാപുരത്താണ് മരണച്ചൂടും. അമ്മ അങ്ങനെ പപ്സ് എത്തി. ഞാൻ സോസിൽ പപ്സിനൊന്ന് കുളിപ്പിക്കാനും ചെയ്ത്. അവൾക്കും കുറച്ച് സോസൊക്കെ ഒഴിച്ച് കൊടുത്ത്. പിന്നെ ഓരോട് എന്തൊക്കെയോ സംസാരിക്കാനൊക്കെ ചെയ്ത്. കോഴിക്കോടുള്ള ഒരാളേന്. അപ്പോൾ മലയാളിയല്ലേ, നമ്മൾ വേഗം സംസാരിക്കില്ല. അങ്ങനെ ഓരോടൊക്കെ വർത്താനം പറഞ്ഞ് പപ്സൊക്കെ കടിച്ച് ഇത് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ആവാം. പിന്നെ ട്രെയിനിൽ നിന്ന് ഈ പോപ്കോണോ ചായയും മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 8:45 അപ്പോൾ ഞങ്ങൾ മംഗലാപുരത്തേക്ക്. അവളാണ് മെല്ലെ കഴിക്കുക. ഞാനാണ് മാക്കം വേഗം തിന്നു. അങ്ങനെ വേഗം അതൊക്കെ കുടിക്കാനൊക്കെ ചെയ്ത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കത്തിയൊക്കെ അടിച്ചിരുന്നു. അതിലെന്തോ ഉപ്പിട്ടിക്കുക അവർ ലൈമിൽ. അതുകൊണ്ട് നമ്മളൊരു ടേസ്റ്റ് കിട്ടിയില്ല. വേറെ എന്തോ ടേസ്റ്റ്, എന്തോ മടുപ്പ് വരുന്നുണ്ടായിരുന്നു കുടിക്കാൻ. പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ആക്കി. വാങ്ങിച്ചതല്ലേ, വേഗം കുടിച്ച് കഴിക്കണമല്ലോ. അപ്പൊട്ടത്തെയാണ് പകുതിയും കഴിച്ച്. അതിട്ട് കൈ പിടിച്ച് ഓട്ടോയിലും കയറി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അവിടുന്ന് ഓട്ടോയിൽ ഒരു 40 രൂപേൻ്റെ ഓട്ടോയേ ഉള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താനായി. പോകുന്ന വഴിക്ക് നല്ല രസമുണ്ട് കാണാൻ അവിടുത്തെ ഇതൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ നോക്കിയൊക്കെ കണ്ട്. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. നോക്കുമ്പോൾ അവർ പറഞ്ഞു മേലെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. ഇൻ്റർവ്യൂ അല്ലായിരുന്നു എന്നുള്ളത്, പക്ഷെ ഒരു പാനൽ ഡിസ്കഷൻ പോലെ. അവർ ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രോട്ടോകോൾസും കാര്യമൊക്കെ പറഞ്ഞു തരാണ് ചെയ്തത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു.
അപ്പോൾ വന്നതല്ലേ എന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നല്ലോണം ഫുഡൊക്കെ തട്ടിക്കയറ്റി വെറുതെ പഠിക്കാനൊക്കെ ചെയ്ത് നല്ല ഫുഡേനും. ഫുഡ് കഴിക്കാൻ വന്ന പോലെയല്ല ഇപ്പം മംഗലാപുരത്ത്. ചുമ്മാ വന്ന് ഫുഡും കഴിച്ച് പോയി എന്ന് പറയാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ആക്കിയില്ല. ഇൻ്റർവ്യൂ അടുത്ത ബുധനാഴ്ച വന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് അറ്റൻഡ് ആക്കാൻ പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരുവിധം ടയേർഡായിക്കേനു. അവിടുത്തെ വെയിലൊട്ടും സഹിക്കാൻ വയ്യേനു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ട്രെയിൻ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് കയറി. അതിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കേനു. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.